ஆற்றில்லாவழியாதும் இறைவனே போற்றுமன் போற்றி போற்றுமன் போற்றி புகழ்மின் புகழ்ந்தெழு மேத்திசைக்கும் கிழக்கும் திசையற்றோடும் மாற்றுவன பரே ஆட்டவுமாமே. തിരുമൂലദേവൻ്റെ തിരുമന്ത്രം 4-ാം തന്ത്രത്തിലെ നവാക്ഷരി ചക്രത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട ചക്രസാധനയിലേക്കാണ് നാം ഇവിടെ കിടക്കുന്നത്. അതിന് അമൃതേശ്വരി ചക്രസാധന എന്നാണ് തിരുമൂലദേവൻ തന്നെ പേരിട്ടിരിക്കുന്നത്. അമൃതേശ്വരി ദേവിയുടെ ഭാവങ്ങളിൽ പ്രധാനപ്പെട്ട 8ാമത്തെ ഭാവമായ അമൃതേശ്വരിയുടെ പൂജയാണ് ഇവിടെ നാം നടത്തുന്നത്. അതായത് നവരാത്രി പൂജാ സങ്കല്പത്തിൽ 9 ദേവിമാരെ പൂജിക്കുന്നതായി നാം അറിയുന്നു. ഈ 9 ദേവതമാരിൽ, അതായത് നവരാത്രിയിലെ 8ാമത്തെ ദിവസമായ ദേവിയെ പൂജിക്കുന്ന ഒരു വിധാനക്രമമാണ് ഈ നവാക്ഷരി സാധനയിലൂടെ തിരുമൂലദേവൻ നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. നമുക്കതിലേക്ക് നോക്കാം. ഔ മുതൽ ഹൗ വരേക്കും അക്ഷരം വരച്ചീടിൽ ചൊല്ലാമതിനെ അമൃതേശ്വരി ചക്രമെന്നായി. മധ്യത്തിൽ അമൃതേശ്വരി ദേവി വാണിടുന്നു. നോക്കുന്നവർക്ക് അകം പുറങ്ങൾ കാട്ടി നിൽക്കും ദേവി. അകം പുറങ്ങളെ വെളിവാക്കി തരുന്ന ദേവിയാണ് ഈ അമൃതേശ്വരി ദേവി. ഈ അമൃതേശ്വരി ദേവിയെ പഠിച്ചാൽ, ഈ അമൃതേശ്വരി ദേവിയെ സാധന ചെയ്ത് സാക്ഷാത്കരിച്ചാൽ അകവും പുറവും ഒരുപോലെ വെളിപ്പെടും. അകം എന്ന് പറയുന്നത് ഉള്ള്, പുറം എന്ന് പറയുന്നത് ലോകം. അങ്ങനെ അണ്ഡപിണ്ഡങ്ങളെക്കുറിച്ചുള്ള എല്ലാ രഹസ്യങ്ങളും ദേവി ഈ സാധകന് പറഞ്ഞു കൊടുക്കുന്നു, മനസ്സിലാക്കി കൊടുക്കുന്നു, അനുഭവപ്പെടുത്തി കൊടുക്കുന്നു. അപ്പോൾ സ്വന്തം ഹൃദയത്തിലെ ആത്മാവിനെ, ഞാൻ ആരാണ്, അഹം ബ്രഹ്മാസ്മി, അയം ആത്മാ ബ്രഹ്മ എന്നീ തത്വങ്ങൾ ദേവി പറഞ്ഞു കൊടുക്കുന്നു. പിന്നെ അതേപോലെ ലോകങ്ങളിലെല്ലാം നിറഞ്ഞു നിൽക്കുന്ന ബ്രഹ്മസ്വരൂപത്തെയും ദേവി ഈ സാധന വെളിപ്പെടുത്തി കൊടുക്കുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ മോക്ഷദായകമായ ഒരു മന്ത്രസാധനയാണിത്. അതേപോലെ ജ്ഞാനം, സാധകന് എല്ലാവിധ ജ്ഞാനവും പകർന്നു കൊടുക്കുന്ന ഒരു സാധനാക്രമമാണിത്. അതേപോലെ തന്നെ എല്ലാവിധ രോഗങ്ങളിൽ നിന്നും ഈ സാധന കൊണ്ട് മുക്തി നേടാൻ കഴിയും. അതേപോലെ തന്നെ സന്താന ലാഭം, സന്താനങ്ങൾ ഉയർന്ന നിലയിൽ എത്തിച്ചേരാനും ഈ സാധന കൊണ്ട് സാധിക്കണം. കർണാടകത്തിൽ അമൃതേശ്വരി ക്ഷേത്രമുണ്ട്. കർണാടക സംസ്ഥാനത്തിൽ ഒരു അമൃതേശ്വരി ക്ഷേത്രമുണ്ട്. രോഗങ്ങൾ മാറാൻ വേണ്ടി, കുട്ടികൾ ഉണ്ടാകാൻ വേണ്ടി പലപ്പോഴും ഭക്തന്മാർ അവിടെ സാധന ചെയ്യാറുണ്ട്. കർണാടകത്തിലുള്ള അമൃതേശ്വരി ക്ഷേത്രം വളരെ സുപ്രസിദ്ധമാണ്. ഈ ദേവിയെയാണ് അവിടെ പ്രതിഷ്ഠിച്ച് ആരാധിച്ചുള്ളത്. നമുക്ക് ഇതിലേക്ക് കിടക്കാം. ഔ മുതൽ ഹൗ വരേക്കും അക്ഷരം വരയ്ക്കുക. ചെമ്പ് തകിടിലോ അല്ലെങ്കിൽ വെള്ളിത്തകിടിലോ വരയ്ക്കുക. നമുക്കിവിടെ മനസ്സാകുന്ന ചെമ്പ് തകിടിൽ വരയ്ക്കാം. സ്വന്തം മനസ്സിൽ ഈ അക്ഷരങ്ങൾ, ഈ ബീജാക്ഷരങ്ങൾ ജപിച്ച് സാധന ചെയ്യാവുന്നതാണ്. ഏതൊക്കെ നോക്കൂ. ഔ മുതൽ ഹൗ വരെ ആ അക്ഷരങ്ങൾ, 9 അക്ഷരങ്ങൾ ഏതൊക്കെയാന്ന് നോക്കൂ. ഔവിൽ തുടങ്ങുകയാണ്, അതായത് സഹസ്രാരത്തിൽ തുടങ്ങുകയാണ് ഔ. പിന്നെ സൗ, സൗ ബ്രഹ്മരന്ധ്രമാണ്. പിന്നെ ക്ലീം, അത് മൂലാധാരം.
പിന്നെ അതേപോലെ തന്നെ സ്വാധിഷ്ഠാനം, മണിപൂരം തുടങ്ങി മേലോട്ടേക്ക് പോവാണ്. ശ്രീം ഹ്രീം ഐം കൗം ക്രീം ഹൗ. ഇതാണ് ആ 9 അക്ഷരങ്ങൾ. ഞാൻ ഒന്നുകൂടെ പറയാം. ആ മന്ത്രസാധന ഇങ്ങനെയാണ്. അത് ചക്രങ്ങളുമായിട്ട് നമുക്കപ്പോൾ സങ്കല്പിക്കണം. ഔ എന്നുള്ളത് സഹസ്രാരത്തിലാണ്. പിന്നീട് അത് കഴിഞ്ഞിട്ട് ബ്രഹ്മരന്ധ്രം, പിന്നെ താഴേക്ക് വന്നിട്ട് ക്ലീം മൂലാധാരം, സ്വാധിഷ്ഠാനം മണിപൂരത്തിലൊക്കെ ശ്രീം ഹ്രീം, പിന്നെ അനാഹതത്തിൽ ഐം, ഇങ്ങനെയൊക്കെ മുകളിലേക്ക് കയറിയിട്ട് അത് ഹൗ വരെ. ഹൗ എന്ന് വെച്ചാൽ ആ ഭ്രൂമധ്യം, ആജ്ഞാചക്രം വരെ ഉള്ള ചക്രം. അപ്പോൾ ശരിക്കും ഇത് ഒരു സൈക്ലിക്കാണ്. ഒരു വൃത്തരൂപത്തിൽ നമുക്ക് സങ്കല്പിക്കാം. ഇവിടെ സഹസ്രാരത്തിൽ തുടങ്ങി ഇങ്ങനെ ആ ചക്രം വരഞ്ഞ് താഴേക്ക് വന്ന് പിന്നെ വീണ്ടും മുകളിലേക്ക് വന്ന് ഹൗ എന്ന ആധാരചക്രം, അതായത് ഭൂമധ്യം ആജ്ഞാചക്രം വരെ എത്തിച്ചേരുന്നു. അപ്പോൾ സഹസ്രാരം തുടങ്ങി ആജ്ഞാചക്രം വരെയുള്ള ഒരു സൈക്ലിക് മണ്ഡലമാണ് ഇത്. ഞാൻ ആ മന്ത്രം ഒന്നുകൂടെ വായിക്കാം. ഔ സൗം ക്ലീം ശ്രീം ഹ്രീം ഐം കൗം ക്രീം ഹൗ ഔ. ഇങ്ങനെയാണ് ആ മന്ത്രാക്ഷരങ്ങൾ. നോക്കൂ, ഔ മുതൽ ഹൗ വരേക്കും അക്ഷരം വരച്ചിടിൽ. നമുക്കിത് മനസ്സിൽ വരയ്ക്കാം, മനസ്സിൽ ജപിക്കാം, ഉൾമുഖമായിട്ട് ചൊല്ലാം. ചൊല്ലാമെന്ന് വെച്ചാൽ പുറത്തേക്കല്ല, അകം പ്രാർത്ഥന, അകം സാധന. ചൊല്ലാമതിനെ അമൃതേശ്വരി ചക്രം. ഇതാണ് അമൃതേശ്വരി ചക്രം. അപ്പോൾ നമുക്ക് നമ്മുടെ ശരീരത്തിൽ തന്നെ അമൃതേശ്വരി ചക്രം രൂപപ്പെടുത്താം. അതായത് സഹസ്രാരം മുതൽ ഒരു സൈക്ലിക്, ഒരു വൃത്തം പോലെ അത് എത്തിച്ചേരും. അങ്ങനെ ഭ്രൂമധ്യം വരെ എത്തിച്ചേരുന്ന ഒരു സർക്കിള് ആ രീതിയിൽ ധ്യാനിക്കാൻ സാധിക്കും. അങ്ങനെ ചൊല്ലാമതിനെ അമൃതേശ്വരി ചക്രം. അതിൻ്റെ മധ്യത്തിൽ എന്തുണ്ട്? അമൃതേശ്വരി ദേവി വാണിടുന്നു. അതായത് 5ാമത്തെ അക്ഷരം കൗ. അതെ, കൗം എന്നുള്ള അക്ഷരം. ആ കൗ എന്നുള്ള അക്ഷരം അവിടെ ആര് കുടികൊള്ളുന്നു? ഈ അമൃതേശ്വരി ദേവി വാണിടുന്നു. അപ്പോൾ ഈ കണ്ഠത്തിലാണ് അമൃതേശ്വരി ദേവി വാഴുന്നത്. നോക്കുന്നവർക്ക് അകംപുറങ്ങളെ കാട്ടിത്തരും. അപ്പോൾ ഇവിടെ മേലാധാരത്തിലെ ഒരു ചക്രമാണ് കണ്ഠം. അത് യോഗിമാരുടെ ഭാഷയിൽ പറഞ്ഞാൽ അത് മേൽമൂലാധാരമായിട്ട് വരും. ഈ കൗ എന്ന ബീജാക്ഷരം കണ്ഠത്തിൽ കുടികൊള്ളുന്നത്. അതൊക്കെ ശരിക്കും ഗുരുമുഖത്ത് നിന്നാണ് പറയേണ്ടത്. ഞാനത് സാമാന്യമായിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇതൊക്കെ ഗുരു വിശദീകരിച്ചു തരും. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ അർത്ഥം. ഞാൻ ഒന്നുകൂടെ വായിക്കാം. ഔ മുതൽ ഹൗ വരേക്കും അക്ഷരം വരച്ചിടിൽ ചൊല്ലാമതിനെ അമൃതേശ്വരി ചക്രം എന്നായി മധ്യത്തിൽ അമൃതേശ്വരി ദേവി വാണിയിടുന്നു. കൗ എന്ന അക്ഷരത്തിൽ അമൃതേശ്വരി ദേവി വാണിടുന്നു. നോക്കുന്നവർക്കകം പുറങ്ങളെ കാട്ടിത്തരം നിൽക്കും. ഇത് തന്നെയാണ് പിന്നീട് സംസ്കൃതത്തിലെ ഈ നവരാത്രി പൂജയ്ക്കൊക്കെ സാധാരണ ചൊല്ലുന്ന ഒരു മന്ത്രമുണ്ട്. മൂകാംബിക ദേവിയെ ആരാധിക്കുന്ന ഒരു സ്തോത്രമുണ്ട്. ത്രിമൂർത്തി ശക്തി സംഭൂതാം ശ്രീവിദ്യാമന്ത്രമാതൃകാം ശ്രീചക്രമധ്യനിലയാം ധ്യായേ മൂകാംബികാം സദാ. ആ മധ്യനിലയായിരിക്കുന്ന, മധ്യത്തിൽ കുടികൊള്ളുന്ന ആ ബിന്ദു. ത്രിമൂർത്തി ശക്തി സംഭൂതാം ശ്രീവിദ്യാമന്ത്രമാതൃകാം ശ്രീചക്രമധ്യനിലയാം ധ്യായേ മൂകാംബികാം സദാ. ദേവിയെ, ഈ അമൃതേശ്വരിയെ ഞാനിതാ ഭജിക്കുന്നു. അപ്പോൾ ത്രിമൂർത്തി ശക്തി സംഭൂതയായ ദേവിയെ ഞാനിതാ ഭജിക്കുന്നു എന്ന് പറയുന്ന ഒരു അതിഗംഭീരമായ ഒരു മന്ത്രശ്ലോകമുണ്ട്. അത്
പിന്നെ അതുപോലെ തന്നെ വേറെ ഉണ്ട്, ഒരുപാട് മന്ത്രങ്ങൾ സംസ്കൃത സാഹിത്യത്തിൽ കാണാം. ചിലത് സസ്മിതാം സുമനോഹരം കോടിചന്ദ്രപ്രഭ മുഷ്ടപുഷ്ട ശ്രീയുക്ത വിഗ്രഹം വാഗ്നിശുദ്ധാംശുഗാധാനാം വീണാപുസ്തകാതാരിണി രത്നസാരേന്ദ്ര നിർമ്മാണ നവഭൂഷണ ഭൂഷിതം സുപൂജിതം സുരഗണൈർബ്രഹ്മവിഷ്ണു ശിവാ വന്ദേ ഭക്തി വന്ദിതാഞ്ച മുനീന്ദ്രമനുമാനവഹി. ത്രിമൂർത്തികളും ഭജിക്കുന്ന ഈ ദേവി, ആ ദേവിയെ നമ്മെ അനുഗ്രഹിക്കട്ടെ എന്നാണ് പറയുന്നത്. ദേവി ഭാഗവതത്തിൽ നമുക്ക് കാണാം കേട്ടോ. ഇത് ദേവി ഭാഗവതത്തിൽ വളരെ വിശദമായി കഥാരൂപത്തിൽ ഇത് ആവിഷ്കരിക്കുന്നുണ്ട്. നമുക്ക് ദേവി ഭാഗവതത്തിലേക്ക് ഒന്ന് എത്തി നോക്കാം. ദേവി ഭാഗവതം 9-ാം സ്കന്ധത്തിൽ 29 മുതൽ 38 വരെയുള്ള അധ്യായങ്ങളിൽ ഈ സംഭവങ്ങളെല്ലാം വിവരിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും സാവിത്രി ഉപാഖ്യാനം വളരെ പ്രധാനപ്പെട്ടതാണത്. ഞാനതിലെ കുറച്ച് ഭാഗങ്ങൾ എൻ്റെ ഗുരുനാഥൻ പ്രൊഫസർ പാലേരി നാരായണ നമ്പൂരി സാറ് ദേവീ നാരായണീയത്തിൽ വിശദീകരിക്കുന്നുണ്ട്. ഞാനത് വായിക്കാം. മൂലപ്രകൃതിയുടെ സുപ്രധാനങ്ങളായ അവതാരങ്ങൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയും. എന്നിട്ട് ആ സംഭവം വിവരിക്കുന്നുണ്ട്. സാവിത്രിയെ പറ്റിയാണ് ഇതിൽ പറയുന്നത്. നോക്കൂ, മദ്രദേശത്തിലെ രാജാവായ അശ്വപതി സന്താനലാഭത്തിനായി വസിഷ്ഠൻ്റെ നിർദ്ദേശപ്രകാരം വളരെ നാൾ സാവിത്രി ദേവിയെ ഭജിച്ചു. കാലം ഏറെ കഴിഞ്ഞു. ഒരു ദിവസം അശരീരി വാക്ക് അദ്ദേഹം കേട്ടു. ഗായത്രി മന്ത്രം 10 ലക്ഷം ഉരുക്കഴിക്കൂ. ഇതാണ് കേട്ട വാക്ക്. ഈ സമയത്ത് പരാശര മഹർഷി അവിടെ വന്നു. അദ്ദേഹം ഗായത്രി മന്ത്രജപത്തിൻ്റെ ഫലം വിസ്തരിച്ച് അശ്വപതിയെ കേൾപ്പിച്ച് അനുഗ്രഹിച്ച് സ്ഥലം വിട്ടു. അശ്വപതി ഗായത്രി മന്ത്രം ജപിച്ചു. സാവിത്രി ദേവിയെ പൂജിച്ചു. സാവിത്രി ദേവി പ്രത്യക്ഷമായി അദ്ദേഹത്തെ അനുഗ്രഹിച്ചു. തുടർന്ന് അദ്ദേഹത്തിന് ഒരു പുത്രി ജനിച്ചു. സാവിത്രി ദേവിയുടെ അനുഗ്രഹത്താൽ ലഭിച്ച പുത്രിക്ക് അദ്ദേഹം സാവിത്രി എന്ന് തന്നെ പേര് കേൾപ്പിച്ചു. അങ്ങനെ സത്യവാൻ സാവിത്രി ചരിതമൊക്കെ ഇതിൽ വളരെ വിസ്തരിച്ച് വർണ്ണിക്കപ്പെടുന്നുണ്ട്. നമുക്ക് അതിലേക്കൊക്കെ സമയം കിട്ടുകയാണെങ്കിൽ പിന്നീട് കിടക്കാം. നോക്കൂ, മൂലപ്രകൃതിയുടെ അതിപ്രധാനമായ 5 അവതാരങ്ങൾ ദുർഗ, രാധ, ലക്ഷ്മി, സരസ്വതി, സാവിത്രി എന്നിവരെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. അടുത്ത് ദേവസേന, 6ാമത്തേതായതിനാൽ ഷഷ്ടി എന്നും പേരുണ്ട്. കുട്ടികളുടെ അധിഷ്ഠാന ദേവിയാണ് ദേവസേന. സ്കന്ദൻ്റെ പത്നിയാണ്. ഈ ദേവി നിർധനർക്ക് ധനം നൽകുന്നു. പുത്രകാമന് പുത്രനെ നൽകുന്നു. പുത്രനില്ലാത്തവൻ ഷഷ്ടിവ്രതം അനുഷ്ഠിച്ച് ഈ ദേവിയെ ഭജിച്ചാൽ അവന് പുത്രലാഭം ഉണ്ടാകും. പുത്രൻ നന്നായി വരും. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് രഹസ്യങ്ങൾ ദേവീ ഭാഗവതത്തിലും ഉൾക്കൊള്ളുന്നുണ്ട്. ശരിക്കും ദേവീ ഭാഗവതത്തിലെ അവതാര കഥകളുടെ പിന്നിലെല്ലാം തന്നെ ഈ തിരുമൂലദേവൻ പറയുന്ന നവാക്ഷരീ ചക്ര സാധനയാണ്. ഇവിടെ നാം ഒരു കാര്യം ഓർക്കുക, ദേവീ ഭാഗവതമൊക്കെ ഒരു നീണ്ട യാത്രയാണ്. ഈ നീണ്ട യാത്രയെ ശരിക്കും, അതായത് ഒരു ട്രെയിനിൽ യാത്ര ചെയ്യുന്ന പോലെയുള്ള ഒരു നീണ്ട അനുഭവമാണ്. ഇതിനെ ഷോർട്ട് കട്ടാക്കുകയാണ്, ഒരു വിമാനയാത്രയാക്കി മാറ്റുകയാണ് സിദ്ധപരമ്പരകൾ. അതാണ് പ്രത്യേകത. ഈ സിദ്ധപരമ്പരകൾക്കുള്ള പ്രത്യേകത, അവർക്ക് ഈ മോക്ഷസാധനകൾ വളരെ പെട്ടെന്ന് ഈ ജന്മത്തിൽ തന്നെ കൈവരാൻ തക്ക വിധത്തിൽ അതിനെ കാച്ചിക്കുറുക്കി സംഗ്രഹിച്ച് സാന്ദ്രീകരിച്ച് അവതരിപ്പിക്കുന്നതാണ് ഈ മന്ത്രസാധന. ഈ മന്ത്രസാധനയെക്കുറിച്ച് ദേവീ ഭാഗവതത്തിൽ പറയുന്നുണ്ട്. നമുക്ക് ആ മന്ത്രസാധനയെക്കുറിച്ച് കൂടി ഒന്ന് കേൾക്കാം. മന്ത്രസിദ്ധി സാധനയെക്കുറിച്ച് ദേവീ ഭാഗവതത്തിൽ പറയുന്നുണ്ട്. വിവിധ യോഗ ആസനങ്ങളുടെ വിവരണവും മന്ത്രമാഹാത്മ്യവും പിന്നെ ജഗദംബ വിസ്തരിച്ച് വിവരിക്കുന്നുണ്ട്.
താരചക്രങ്ങളും അവയുടെ സവിശേഷതകളും യോഗസാധനകളാകുന്ന അനുഭൂതികളും അരുളി ചെയ്യുന്നു. മന്ത്രയോഗ സാധനാ യോഗമാണ് ഇവിടെ പ്രതിപാദ്യം. ഗുരുവിൻ്റെ ഉപദേശമില്ലെങ്കിൽ ശാസ്ത്രജ്ഞാനം ഫലിക്കില്ലെന്നും ഇവിടെ ദേവി പറയുന്നു. അപ്പോൾ ശരിക്കും ഇതൊക്കെ ഗുരുമുഖത്തു നിന്ന് പഠിക്കേണ്ടതാണ്. അതിൻ്റെ ഒരു ആരംഭം എന്ന നിലയിൽ മാത്രമേ നിങ്ങൾ ഈ സാധനയെ ഇപ്പോൾ ഞാൻ പറയുന്നത് ശ്രദ്ധിക്കാവൂ. അതായത് ഇതിനൊരു പീഠഭൂമി, അതാണ് ഇവിടെ ഈ തിരുമന്ത്ര ചക്രത്തിൻ്റെ വിവരണങ്ങളിലൂടെ, നവാക്ഷരി ചക്രത്തിൻ്റെ വിവരണങ്ങളിലൂടെ ഒരു പീഠിക ഒരുക്കുക മാത്രമേ ചെയ്യാവുന്നുള്ളൂ. ഗുരുമുഖത്തു നിന്ന് കൂടുതൽ തന്നെ ഇത് മനസ്സിലാക്കണം. ഞാൻ അതിൽ ശ്രീദേവി പറഞ്ഞ വാക്കുകൾ ഭുവനേശ്വരിയുടെ ഹിമവാൻ പറയുന്നൊരു ഭാഗമുണ്ട്. ഇത് കണ്ടിയൂർ മഹാദേവ ശാസ്ത്രികളുടെ ദേവീഭാഗവതമാണ്. വളരെ ഗംഭീരമായ മലയാള തർജ്ജമയാണത്. കണ്ടിയൂർ മഹാദേവ ശാസ്ത്രികൾ, അദ്ദേഹം ദേവീഭക്തൻ കൂടിയായിരുന്നു. നോക്കൂ, ജ്ഞാനദം സംഘയോഗം നീ ചൊല്ലണം, ഭുവനേശ്വരി തത്വം കാണാൻ ഏതും ചെയ്താൽ ഈ യോഗ്യം മനസ്സിലാക്കാം. ശ്രീദേവി പറഞ്ഞു, യോഗം രസാതലം ഭൂമി സ്വർഗങ്ങളിൽ യോഗജ്ഞർ ജീവപര ഐക്യം താനെന്ന് ചൊല്ലിനാർ. യോഗത്തിന് 6 ശത്രുക്കളുണ്ട്. ആ കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മാത്സര്യം എന്നത്. പിന്നെ അഷ്ടാംഗയോഗങ്ങൾ കൊണ്ടവയാണെന്നും യോഗികളാം ബുധരേമം, നിയമം, പ്രാണായാമം, ആസന, പ്രത്യാഹാര, ധാരണാധ്യാനം, പിന്നെ സമാധി. ഇതൊക്കെ നമ്മൾ നേരത്തെ കണ്ടതാണ്. ഇതൊക്കെ തന്നെയാണ് തിരുമൂലദേവൻ തിരുമന്ത്രത്തിൽ വിവരിക്കുന്നത്. അങ്ങനെ ഈ മന്ത്രസാധനയിലൂടെ എവിടേക്ക് എത്തിച്ചേരാൻ പറ്റും? ജ്ഞാനസിദ്ധിയിലേക്ക് എത്തിച്ചേരാൻ പറ്റും. അതാണ് ഇവിടെ പ്രധാനമായിട്ടുള്ളത്. അതായത് ഭക്തി കഴിഞ്ഞാൽ പിന്നെ യോഗസാധനയാണ്. അത് മന്ത്രസാധനയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. മന്ത്രസാധനയിലൂടെ നാം എത്തിച്ചേരുന്നത് ജ്ഞാനഭൂമിയിലാണ്. ഈ ജ്ഞാനത്തിലൂടെയാണ് ദേവീ ദർശനം അല്ലെങ്കിൽ ശിവദർശനം, ശിവശക്തി ദർശനം നമുക്ക് അനുഭവപ്പെടുക. അപ്പോൾ മന്ത്രസാധന ഈ ശിവദർശനത്തിന് മുമ്പുള്ള ഒരു യോഗ സാധനയാണ് എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ടാണ് നമ്മൾ ഈ നവാക്ഷരി ചക്രത്തിന് ഇത്രമേൽ പ്രാധാന്യം കൊടുക്കുന്നത്. കാരണം ദേവിയെ പ്രത്യക്ഷപ്പെടുത്തിയാൽ ദേവി നമുക്ക് സാക്ഷാൽ ശംഭുവിനെ നേരെ കാണിച്ചു തരും. പിന്നെ ശംഭുവിന് വേണ്ടി കൂടുതൽ അധ്വാനിക്കേണ്ട ആവശ്യമില്ല. ദേവിയെ പ്രീതിപ്പെടുത്തി കഴിഞ്ഞാൽ ദേവി തന്നെ നമുക്ക്, പാർവതീ ദേവി തന്നെ, പരമേശ്വരി തന്നെ പരമേശ്വരനെ നമുക്ക് പ്രത്യക്ഷപ്പെടുത്തി തരും. ഇതാണ് ഈ മന്ത്രസാധനയുടെ പ്രത്യേകത. ഇതിനെക്കുറിച്ചൊക്കെ ഒരുപാട് ഗുരുമുഖത്തു നിന്ന് നിങ്ങൾക്ക് പഠിക്കാൻ കഴിയും. ഇനി ഈ മന്ത്രസാധന കൊണ്ട് എന്താണ് ലഭിക്കുന്നതെന്ന് കൂടി നോക്കൂ. ലോകങ്ങളാം പാഴെന്നുള്ളിൽ തനിക്ക് തോന്നും. ഈ ലോകങ്ങളൊക്കെ മായയാണ് എന്നുള്ള അനുഭവം നമുക്കുണ്ടാകും. മിഥ്യ, അതായത് ജ്ഞാനം തെളിയുമ്പോൾ മായയാകുന്ന ആ മറ സ്വാഭാവികമായിട്ടും മാറിപ്പോകും. അതായത് വെളിച്ചം പ്രകാശിക്കുമ്പോൾ ഇരുട്ട് ഇല്ലാതാകുന്ന പോലെ ഈ മായാമറ പെട്ടെന്ന് അപ്രത്യക്ഷമാകും. പിന്നെ കാഴ്ചകളെല്ലാം മാഞ്ഞ് ഒരേ വിളി കാണും. അങ്ങനെ നാം കാണുന്ന ഈ ബാഹ്യ കാഴ്ചകൾ, നാം ഇപ്പോൾ ലോകത്തെ കാണുന്ന ബാഹ്യ കാഴ്ചകളാണ്. ഈ ബാഹ്യ കാഴ്ചകൾ മറഞ്ഞിട്ട് ആന്തരികമായ കാഴ്ച കാണാം. കണ്ണായ കണ്ണുകൊണ്ട് നമുക്ക് കാണാൻ കഴിയും. അതായത് ഉൾക്കണ്ണുകൊണ്ട് കാണാൻ പറ്റും. അതായത് എന്നിലെ ഞാനേ, അയം ആത്മാ ബ്രഹ്മ എന്ന സത്യം, അഹം ബ്രഹ്മാസ്മി എന്ന തത്വം മനസ്സിലാക്കാൻ കഴിയും. അത് ഉൾക്കണ്ണ് തുറക്കുമ്പോൾ മാത്രം, മൂന്നാം കണ്ണായ ആ ജ്ഞാനക്കണ്ണ് തുറക്കുമ്പോൾ മാത്രമേ ആ മഹാകാഴ്ച നമുക്ക് കാണാൻ കഴിയുള്ളൂ. ആ കാഴ്ച കണ്ടു കഴിഞ്ഞാൽ പിന്നെ മറ്റൊരു കാഴ്ചയുമില്ല.
പിന്നെ കീഴ്മേൽ ഭേദമില്ലാതെ എല്ലാം ഇരിക്കും. പിന്നെ കീഴ്മേൽ ഭേദമൊന്നുമില്ല, എല്ലാം സർവം. ഈശാവാസ്യം ഇതം സർവം എന്ന ഈശാവാസ്യോപനിഷത്തിലെ ആ മന്ത്രം നമുക്ക് സാക്ഷ്യപ്പെടുത്തി തരും, അല്ലെങ്കിൽ അനുഭവപ്പെടുത്തി തരും. അതാണ് ഈ മന്ത്രസാധനയുടെ പ്രത്യേകത. പിന്നെയോ 7 കടലിനേഴും ബാഹ്യമായി കണ്ട് ലോകം മുഴുവനും തന്നകത്തെ കണ്ടിടാം. തന്നകത്ത്, തൻ്റെ ഉള്ളിൽ ഈ 7 ലോകങ്ങളെയും കാണാൻ പറ്റും. തൻ കണ്ണിൽ കണ്ടതെല്ലാം താനേങ്ങ് തോന്നും. കാണുന്നതെല്ലാം ശിവരൂപം ആയിട്ട് മാറും. താൻ കണ്ട ദിക്കിലെല്ലാം തൻ അരുളോങ്ങി നിൽക്കും. താൻ കണ്ടതെല്ലാം അരുളാണ്, പ്രകാശമാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ എവിടെയും ശിവദർശനം, എവിടെ തിരിഞ്ഞു നോക്കിയാലും കാണുന്നതെല്ലാം ശിവശക്തി ദർശനം, ശിവതാണ്ഡവം എന്ന് അനുഭവപ്പെടുത്തി തരും ഈ മന്ത്രസാധനകൾ. മിന്നൽ പ്രകാശം പോൽ നവാക്ഷരി ചക്രത്തിങ്കൽ തന്നെ ഈ ചക്രം നിന്ന് കൊള്ളുന്നതെന്ന് ഓർക്കൂ. മിന്നൽ പ്രകാശം പോൽ ഈ നവാക്ഷരി ചക്രത്തിൽ ഇത് പ്രകാശിച്ച് നിൽക്കുന്നു. അപ്പോൾ ഒരു മിന്നലായിട്ട് ഈ അക്ഷരങ്ങൾ, നവാക്ഷരങ്ങളിലെത്തി നിൽക്കുന്നു എന്നാണ് പറയുന്നത്. ഇതൊക്കെയാണ് തിരുമൂലദേവൻ ഇവിടെ പറയുന്നത്. പിന്നെ ഈ ചക്രം എങ്ങനെ വരയ്ക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അത് കുറച്ച് നീണ്ട ഭാഗങ്ങളാണ്, നമുക്കതിനിവിടെ പ്രസക്തിയില്ല. അതുകൊണ്ട് ഈ 4-ാം തന്ത്രം ഇന്നത്തോടെ നാം അവസാനിപ്പിക്കുകയാണ്. തിരുവല്ലത്തിൻ്റെ തർജ്ജിമയിലും അതിൻ്റെ മൂലത്തിലും ഇനി കുറച്ച് പാടലുകളുടെ ഉണ്ട്. അത് ഈ ചക്രം എങ്ങനെ വരയ്ക്കണം, അതിൻ്റെ പൂജ എങ്ങനെ, ബാഹ്യപൂജ എങ്ങനെ ചെയ്യണമെന്നതിനെ കുറിച്ചൊക്കെയുള്ള വിവരണമാണ്. നമുക്ക് ആന്തരിക പൂജ, മാനസിക പൂജയെക്കുറിച്ച് മാത്രം തൽക്കാലം നോക്കിയാൽ മതി. കൂടുതൽ അറിയണമെന്ന് ആഗ്രഹമുള്ളവർ തിരുവല്ലം ഭാസ്കരൻ നായരുടെ തർജ്ജിമ നോക്കിയാൽ മതി. അത് നിങ്ങൾക്ക് ഇൻ്റർനെറ്റിൽ കിട്ടും. ഇൻ്റർനെറ്റിൽ ഇത് ശ്രേയസ് എന്ന് പറഞ്ഞ സംഘടന ഇത് ഇൻ്റർനെറ്റിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കത് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. പുസ്തകമായിട്ട് ഇപ്പോൾ കിട്ടില്ല, ഇത് ഇൻ്റർനെറ്റിൽ നിന്ന് നിങ്ങൾക്ക് സ്വീകരിക്കാവുന്നതാണ്. ഓം ശിവായ തിരുമൂലദേവായ നമഃ.